എന്തുകൊണ്ട് ഒരു യോഗ നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോഡ്കാസ്റ്റാണ് ശില്പ മിസ്സുമായിട്ട് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമുക്കൊരു ടീച്ചറാകാം. അതായത് TTC കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, BSc യോഗ തെറാപ്പി, BSc യോഗ സയൻസ്, അതേപോലെ മാസ്റ്റേഴ്സ്, PhD, ഇതിനും നെറ്റ്, JRF, PG ഡിപ്ലോമ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു യോഗ ട്രെയിനർ ആകുക എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെ ഫസ്റ്റ് നമ്മൾ കടന്നു പോകണം, എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അക്വയർ ചെയ്യണം. ഞാൻ ഡെയിലി ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് യോഗ എനിക്ക് ബെനിഫിറ്റ് ആകുന്നത് അത് നമുക്ക് അറിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ജോബ് വേക്കൻസീസ് ആണ്. യോഗയായിട്ട് ബന്ധപ്പെട്ട യോഗ ട്രെയിനർ അല്ലെങ്കിൽ യോഗ തെറാപ്പി ട്രെയിനർ ഇഷ്ടംപോലെ ഉണ്ട്. ഉടനെ തന്നെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നോക്കുക. അപ്പോൾ യു ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ യു മേക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് പാഷൻ ഫസ്റ്റ് ഉണ്ടായിരിക്കണം, പിന്നെ പ്രൊഫഷണലോട്ട് നമുക്ക് പോയി തിരിയാനുള്ള സർട്ടിഫിക്കറ്റും കറക്റ്റ് ഉണ്ടായിരിക്കണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും. അതെ, അതിനൊരു ടൈമും നമ്മൾ മാറ്റി വെക്കണം. ഒരു ഫോറെവർ ലേണർ ആയിരിക്കണം നമ്മൾ എപ്പോഴും. അപ്പോൾ ഇത് നമുക്ക് പാർട്ട് ടൈം ആയിട്ടും അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടും ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷൻ തന്നെയാണ്. അതെ. എല്ലാവർക്കും എൻട്രി യോഗ TTC ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പോഡ്കാസ്റ്റുമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളതിപ്പം ശില്പ മിസ്സാണ്. ശില്പ മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 8 വർഷത്തോളം യോഗ മേഖലയിൽ എക്സ്പീരിയൻസ് ടീച്ചറായിട്ട് ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ലോകത്ത് സുപരിചിതമായിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഒരു തിങ്ങ് തന്നെ പറയാം, യോഗ എന്ന് പറയുന്നത്. ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു സംഭവം യോഗയിൽ ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന കണക്കിപ്പോൾ യോഗ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു എക്സസൈസ് എന്നുള്ള തോട്ടിലാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അതിലുപരി അതിനൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് പ്ലസ് പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പറ്റി കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാണ്. എന്തുകൊണ്ട് ഒരു യോഗ നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോഡ്കാസ്റ്റാണ് ശില്പ മിസ്സുമായിട്ട് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കയ്യിൽ കുറച്ച് ഓക്കെ. അപ്പോൾ മിസ്സ് എന്തുകൊണ്ടാണ് അപ്പം നോർമലി കുറച്ച് നമ്മളിപ്പം നമ്മുടെ കേരള റീജിയൻ എടുത്താൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എടുത്താലും തന്നെ യോഗ ട്രെയിനർ അല്ലെങ്കിൽ യോഗ ടീച്ചർ എന്ന് പറയുന്നത് ലിമിറ്റഡ് നമ്പേഴ്സ് ആൾക്കാരൊക്കെ ഉള്ളൂ. ഓക്കെ, ഒരുപാട് പേര് ട്രെയിൻ. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് പല ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം പൊതുവേ എന്ന് പറയുന്നത് ഒരു എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മാണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എക്സസൈസ് സെക്ഷനിലേക്ക് വരുമ്പോൾ ജിമ്മാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. യോഗ അങ്ങനെ അധികം ആൾക്കാർ കേരളത്തിൽ കുറച്ച് കുറവുള്ള ആൾക്കാരാണ്, ഇന്ത്യയിൽ പൊതുവേ കുറവാണ്. മിസ്സ് എന്തുകൊണ്ടാണ് ഇതിലേക്ക് തിരിയാനുള്ള കാരണം? 8 വർഷത്തോളം യോഗ ട്രെയിനിങ് സെക്ഷനിലേക്ക് മിസ്സുണ്ട്. അപ്പോൾ ആ ഒരു മിസ്സിൻ്റെ ഒരു ലൈഫ് ജേണി ഒന്ന് ഫസ്റ്റ് ഇനിഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്കൂളിൽ നിന്നിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഈ ഇടയൊക്കെ ആയിട്ട് നമുക്കറിയാം സ്കൂൾസിൽ ഇത് വളരെ കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റേറ്റ്സ് ആണെങ്കിലും CBSE സ്കൂളിലാണെങ്കിലും ഒക്കെ കമ്പൽസറി ആയിട്ട് യോഗ വീക്ക്ലി അറ്റ്ലീസ്റ്റ് വൺസ് നമുക്ക് ഇങ്ങനെ ക്ലാസ്സസ് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ ക്യാമ്പിയൻ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്ന് മുകുന്ദൻ സാറിൻ്റെ കീഴിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് വീക്ക്ലി ഉള്ളൊരു സെഷൻ മാത്രമായിട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നു എന്നുള്ള ഒരു നോട്ടീസ് പോലെ ഉണ്ടായി. അപ്പോൾ അതിന് കുറച്ച് കുട്ടികളെ വേണം. അപ്പോൾ ഇങ്ങനെ സാർ ഒരു ദിവസം വന്ന് പറയണ്ടായി, ഓക്കെ നന്നായി ചെയ്യുന്നവരെ ഞാൻ അതിലേക്ക് സെലക്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇതേപോലെ അതിൻ്റെ ഒരു ട്രയൽ പോലെ നോക്കും. നന്നായി ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം ട്രെയിനിങ് തന്നിട്ട് നമുക്ക് കോമ്പറ്റീഷന് കുട്ടികളെ സ്കൂളിൽ റെപ്രസെൻറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അവിടെ നിന്നാണ് ആക്ച്വലി അതിൻ്റെ തുടക്കം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കതൊരു നോർമൽ സിലബസിലുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു സാധാരണ യോഗ ക്ലാസ് മാത്രമാണ്. പിന്നെ അങ്ങനെ കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങളെ സെലക്ട് ചെയ്ത് സാർ ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് സ്കൂളിൽ തന്നെ നമ്മൾ എക്സ്ട്രാ ടൈം ഫ്രീ പീരിയഡ്സിലും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടൈം സ്റ്റേ ബാക്ക് ഒക്കെ ചെയ്തിട്ട് സാർ ഇതേപോലെ കോമ്പറ്റീഷന് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ അറിയണം, സാധാരണ ബേസിക് യോഗ പോസ്റ്റേഴ്സ് അല്ലാതെ. അങ്ങനെ സാർ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ആദ്യം മനസ്സിലാവുന്നത്, ഓക്കെ എല്ലാവരും വിചാരിച്ചിരുന്നത് പോലെ ഓക്കെ ഫ്ലെക്സിബിലിറ്റിയാണ് യോഗ എന്നാണ് ഞാൻ അന്നും വിചാരിച്ചിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധ അറിവും ഇല്ലാതെ, പ്രത്യേകിച്ചൊരു ബോധവും ഇല്ലാതെ നമ്മൾ കോമ്പറ്റീഷനാണ് യോഗ, നന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രശംസിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്റ്റേജസിലൊക്കെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ കൈയടിക്കുക. അപ്പോൾ ഇതിനൊരു വൗ ഫാക്ടർ കൂടുതൽ വന്നു തുടങ്ങിയപ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുക, ഓക്കെ ഡീപ്പായിട്ട് ബാക്ക് ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം, ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യുക, പിന്നെ കോമ്പറ്റീഷന് പ്രൈസ് എടുക്കണം. അപ്പോൾ കോമ്പറ്റീഷൻ മാത്രമായിരുന്നു അന്ന് എനിക്ക് യോഗ.
അങ്ങനെ ആദ്യത്തെ തവണ പോയി സ്റ്റേജ് എന്താണ്, കുറേ കുട്ടികളൊക്കെ ചെയ്യണയൊക്കെ കണ്ടു. നമുക്ക് പ്രൈസൊന്നും അങ്ങനെ കിട്ടിയില്ല. പിന്നെ അതൊരു ഇതായി തുടങ്ങി. എനിക്ക് എന്നാൽ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത്, അപ്പം ഇനിയും 1 ഇയർ ടൈമുണ്ട്. അതൊരു ഷോർട്ട് നോട്ടീസിൽ വന്നൊരു കോമ്പറ്റീഷൻ ആയിരുന്നു, ഒരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത കൊല്ലത്തേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ഇതേപോലെ വളരെ സീരിയസ് ആയിട്ട് അത് എടുത്തു. അങ്ങനെ ചെയ്ത് 12th വരെ ഇങ്ങനെ കോമ്പറ്റീഷൻസിന് പോകുമായിരുന്നു. ഒരു 7th 8th ആയപ്പോഴേക്കും ഡിസ്ട്രിക്റ്റിൽ നിന്ന് ക്വാളിഫൈ സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നു. അങ്ങനെ സ്റ്റേറ്റ് ചാമ്പ്യൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 6-7 ടൈംസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വാശിയിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ബോഡിനെ അങ്ങനെ ആക്കുക, അതായിരുന്നു അതിൻ്റെ തുടക്കം. അങ്ങനെ 12th ഒക്കെ കഴിഞ്ഞു ഇതൊരു പാഷനായി മാറി. പക്ഷെ അപ്പോഴും എനിക്കറിയില്ല ഇങ്ങനെ പ്രൊഫഷൻ ആക്കണം, അല്ലെങ്കിൽ അന്നൊന്നും ഇതിന് അത്രയും സ്കോപ്പില്ല. നമുക്കിങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കിയാൽ തന്നെ അതിന് എത്രത്തോളം ഭാവി ഉണ്ടാവും അന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പേരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളെ കോമ്പറ്റീഷന് കൊണ്ടുപോകാനും പ്രാക്ടീസ് സമയത്തും എപ്പോഴും കൂടെ നിൽക്കുക. അപ്പോൾ കൂടുതൽ പേരൻസ്, അപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും വളരെ സപ്പോർട്ടായിരുന്നു. ഈ ചെയ്യുന്ന കാണുമ്പോഴേക്കും എന്നാൽ പിന്നെ എൻ്റെ കൊച്ചിന് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചേക്കാം എന്നായിരിക്കും ചിലപ്പോൾ എന്നവർ വിചാരിച്ചത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ഐറ്റം മാത്രം യോഗ. അതിനുശേഷം പിന്നെ നമ്മൾ സീരിയസ് ആയി തുടങ്ങി, അതായത് സ്റ്റഡീസിലേക്ക് കിടക്കണം. അപ്പോൾ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പാഷനല്ലേ, ഇത് സൈഡിൽ കൂടി നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഡിഗ്രിക്ക് ചേർന്നു. പക്ഷേ അതിനോടൊപ്പം ഞാനൊരു ഡിപ്ലോമ കൂടി എടുത്തിരുന്നു. അപ്പോൾ ആ ഡിപ്ലോമയിലേക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച യോഗയല്ല. ഓക്കെ, അതിനകത്ത് കുറച്ച് ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിന് ആളുകൾക്ക് കുറച്ച് ഗുണപരമായി ഈ യോഗേനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് യോഗ എന്ന് ഞാൻ ലൈഫ് യോഗ സെൻറ്ററിൽ, അതായത് എൻ്റെ സാറിൻ്റെ തന്നെ യോഗ സെൻറ്ററാണ്, അവിടെ നിന്നാണ് ഞാൻ 6 months ഡിപ്ലോമ എടുക്കണേ. അപ്പോൾ അവിടെ നമുക്ക് കുറേ തിയറി പഠിക്കണം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് യോഗയ്ക്ക് തിയറി ഉണ്ട്, യോഗയ്ക്ക് ഫിലോസഫി ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു ജിസ്റ്റ് എന്ന പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അന്ന് അവിടെ അതിൽ കൂടെ പോയിരുന്നത്. പിന്നെ കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള അവിടെ വന്നിരുന്ന സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് പോലത്തെ ഉള്ള ഒരു സൗകര്യം സാർ ഒരുക്കി തന്നിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പഠിപ്പിക്കാനായിട്ട് എന്തോ ഒരു ചെറിയ കഴിവുണ്ട്. അതായത് നമ്മൾ ചെയ്യുക മാത്രമല്ല, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റി, അവരെ കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റി. അന്നാണ് ഞാനത് മനസ്സിലാക്കി തുടങ്ങിയത്. എന്നാലും എനിക്ക് ഇവർക്ക് കുറേ റിസൾട്ട്സോ അങ്ങനെ വ്യത്യാസങ്ങളോ ഒന്നും അവരുടെ ലൈഫിൽ വരുത്താൻ എനിക്ക് അന്ന് സാധിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തത് ഡിഗ്രിയാണ്. ഡിഗ്രി ഞാൻ സെൻറ്റ് റിസാർസിൽ കോളേജിൽ ചെയ്തു. അപ്പോഴും യോഗ കൂടെ കൊണ്ട്, കാരണം അവിടെയും നമുക്ക് ഇൻ്റർ കോളേജ് കോമ്പറ്റീഷൻസ്, അപ്പോഴും സ്റ്റിൽ കോമ്പറ്റീഷനാണ് യോഗ എന്നുള്ളതാണ്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി കരിയറിനെ സീരിയസ് ആക്കി കൊണ്ടുവരുമ്പോഴേക്കും എനിക്ക് തോന്നുകയാണ് ഈ ഡിഗ്രി ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്കതിനോടല്ല താല്പര്യം, പകരം ഇതൊന്ന് പ്രൊഫഷൻ ആക്കാമെന്നൊരു ചിന്ത ആ സമയത്താണ് വരിക. അപ്പോൾ അപ്പോഴൊന്നും നമ്മുടെ നാട്ടിൽ ഇതിന് ഓപ്പർച്യൂണിറ്റി ഇല്ല, കുറേ അധികം ചലഞ്ചസേ ഉണ്ടാവുള്ളൂ. വളരെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ അന്ന് തീരെ തന്നെ നമുക്ക് ആൾക്കാരെ ഒന്നും കേൾക്കാനില്ല. ഈ ഒരു ഫീൽഡിലേക്ക് ടീച്ചറായി അല്ലെങ്കിൽ ടീച്ചറാകാൻ പോവുക, ആൾക്കാർ ഇത് ചൂസ് ചെയ്യണത് തന്നെ വളരെ കുറവാണ്. യോഗയെ കുറേ അധികം തെറ്റിദ്ധാരണകൾ അന്നേ മുതലേ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് ബാംഗ്ലൂരുള്ള എസ് വ്യാസ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് തപ്പി അതിനെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ അവിടെ ഞാൻ 2 years റെഗുലർ മാസ്റ്റേഴ്സ് ചെയ്യും. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കുറേ സീനിയർ മോസ്റ്റ് ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ് എടുക്കുന്നു. ഇതിൻ്റെ രീതി നമുക്ക് ഫുൾ ഡിസിപ്ലിൻഡ് ലൈൻ, ഒരു ഗുരുകുൽ സിസ്റ്റം പോലെയാണ് നമ്മളവിടെ നിന്ന് പഠിക്കുമ്പോൾ വന്നിരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞ് നമുക്ക് കുറേ എക്സ്പോഷർ, അവിടെ വരുന്ന പേഷ്യൻസിന് യോഗ തെറാപ്പിയാണ് ഞാൻ മാസ്റ്റേഴ്സ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിനായിട്ട് കുറേ അധികം ഇൻറ്ററാക്ട് ചെയ്യണം. അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ താല്പര്യം വളരെയധികം കൂടി. ഞാൻ അവിടെ വെച്ച് തന്നെ ഉറപ്പിച്ചു എനിക്ക് ഇതാണ് ഇഷ്ടം, ഞാൻ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അവിടെ നിന്ന് കിട്ടിയ കുറേ നോളജും അതേപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഈ ഒരു ഫീൽഡിൽ എനിക്ക് കുറേ കൂടി എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള താല്പര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു കൊറോണ സമയത്താണ് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നത്. പിന്നീടാണ് ഞാൻ ഇതിൻ്റെ ജോബിൻ്റെ ഹണ്ടിങ് തുടങ്ങുക. എന്ത് ചെയ്യും, കൊറോണ സമയമായി, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. അങ്ങനെ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം യോഗയ്ക്ക് വേണ്ടി ഓപ്പൺ അപ്പ് ആവുകയാണ്. അങ്ങനെ ഞാനൊരു കിഡ്സ് യോഗ ടീച്ചറായിട്ടാണ് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യണത്. നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയത് എൻ്റെ റിലേറ്റീവ്സിനെയും പേരൻസിനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് മുട്ടുവേദന വരുമ്പോൾ എൻ്റെ അടുത്ത് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നടുവേദന, തലവേദന, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ തിയറിയിൽ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് എൻ്റെ പേരൻസ്, എൻ്റെ റിലേറ്റീവ്സൊക്കെയാണ്. ഈ കൊറോണ സമയത്ത് വന്നപ്പോഴേക്കും എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ
അതർ ഓപ്ഷൻ. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഡോക്ടറെ കാണാനില്ല, എന്ത് ചെയ്യും, ഇവിടെ വേദന, അങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ ഇതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും യോഗയിൽ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നമുക്ക് അവർ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ഈ കുറച്ച് എൽഡേഴ്സ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അവർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരെ തന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയട്ടെ, അവർക്ക് ആ ചേഞ്ചസ് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തപ്പോൾ ഇത് മാത്രം ചെയ്തു കൊടുപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി പറയണ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം, വ്യത്യാസം എനിക്ക് പറഞ്ഞു കൊടുത്ത ആളുകളെ വരുത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. പിന്നീടാണ് ഞാൻ തെറാപ്പിയിലേക്ക്, ഞാൻ പറഞ്ഞില്ല കിഡ്സ് യോഗ ട്രെയിനറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാനത് തെറാപ്പിയിലേക്ക്, അപ്പോൾ അതിന് കുറേയും കൂടി നമുക്ക് ഇൻഡെപ്ത് നോളജ് വേണം, എക്സ്പീരിയൻസ് വേണം. കൂടുതലും ഓൺലൈൻ തന്നെ. കൊറോണയ്ക്ക് ഇപ്പുറം പാൻഡമിക് ടൈമിന് ശേഷവും നമ്മൾ ഇതേപോലെ 2 കൊല്ലത്തോളം ഓൺലൈൻ ഓപ്ഷനിലൂടെയാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോട്ടീസൊക്കെ കൊടുത്ത് ഇങ്ങനെ ക്ലാസ്സസൊക്കെ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സിനും. അങ്ങനെ ആ ഒരു സർക്കിളിൽ നമ്മൾ ഇതേപോലെ പോസ്റ്റേഴ്സൊക്കെ സർക്കുലേറ്റ് ചെയ്ത് വീട്ടിൽ ഇരുന്ന് തന്നെ. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് കുറേ അധികം ആൾക്കാരിലേക്ക് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റി. കാരണം വേറൊരു ഓപ്ഷൻ അന്ന് ഉണ്ടാവാത്തതുകൊണ്ട്. കാരണം ജിംസ് ക്ലോസ്ഡായി. ഓക്കെ, അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് ലൈക്ക് ഐ വാസ് ആക്ച്വലി ഫിഗറിങ് ഔട്ട്. എനിക്കൊരു പ്ലാനും ഇല്ല, ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്നുള്ളൊരു പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നില്ല, പാഷൻ മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് ലൈക്ക് ഓപ്പർച്യൂണിറ്റി ഞാൻ തേടി, അത് നമ്മൾ ഉണ്ടാവാത്തപ്പോഴേക്കും ഐ വാസ് ആക്ച്വലി ട്രൈങ് ടു ക്രിയേറ്റ് ഇറ്റ്. അത് ഒരാളാണെങ്കിൽ ഒരാൾ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ലൈക്ക് എവിടെയാണ് എനിക്ക് സ്കില്ലുള്ളത്, എവിടെയാണ് ഞാൻ ലാക്ക് ചെയ്യുന്ന സ്ഥലം ഞാനത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കുറേ കൂടി ക്ലാരിറ്റി ടീച്ചിങ്, പഠിപ്പിക്കുന്ന രീതി ആയിക്കോട്ടെ, ക്ലാസ്സസ് ആയിക്കോട്ടെ, അതിലേക്ക് വരാനായി തുടങ്ങി. ആൾക്കാർ അതേപോലെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ഇതേപോലെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്കതിനോട് താല്പര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ പോലെ കേരളത്തിലൊക്കെ കുറവായിരിക്കാം. പക്ഷേ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു. പഠിച്ച കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. അതായത് പറയുമ്പോൾ നമ്മളും പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നം വന്നാലും ഞാൻ എന്നെ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഒരു വ്യക്തി ആ ഒരു പ്രശ്നം കൊണ്ട് വരുമ്പോഴേക്കും ഐ ട്രൈ ടു ഡീൽ വിത്ത് ദെം ദ സെയിം വേ. അപ്പോൾ അവർക്കും അവരുടെ ഫീഡ്ബാക്കൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് ദ എക്സ്പീരിയൻസ് ആൻഡ് ദ ഇൻട്രസ്റ്റ് ഐ ഹാവ് ഇൻ ദീസ് തിങ്. എനിക്ക് എപ്പോഴും ഞാൻ അതിലേക്കാണ് ഞാൻ സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ എനിക്ക് ചെറിയ ഡൗട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മിസ്സ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് തൻ്റെ പ്രൊഫഷൻ ഈ യോഗയാണെന്ന് മനസ്സിലാക്കി വേർതിരിഞ്ഞ് വന്നതാണ്. പക്ഷേ ചില ആൾക്കാരുണ്ട്, എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു യോഗ ട്രെയിനർ അല്ലെങ്കിൽ യോഗ കോഴ്സ് എടുത്താൽ ബെറ്റർ ആണെന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പം ഈവനാണെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിപ്പം ആഗ്രഹിക്കുകയാണ് എനിക്കൊരു ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് യോഗയിലായിട്ട് തിരിഞ്ഞാൽ, ഞാൻ യോഗയെ കുറിച്ച് എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കി, ഇപ്പോൾ യോഗയിലായിട്ട് തിരിഞ്ഞാൽ കൊള്ളാം, ഒരു ടീച്ചറായിട്ട് പോയാൽ കൊള്ളാം, ഒരു പ്രൊഫഷനാക്കി മാറ്റിയാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബേസിക് ഒരു ടീച്ചർ ആവണമെങ്കിൽ കുറേ കോഴ്സുകളുണ്ട്. B.Ed അല്ലെങ്കിൽ TTC പോലുള്ള കോഴ്സുകളുണ്ട്. അതിന് ഓരോ ക്രൈറ്റീരിയസ് ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് എടുക്കണം. അതിനുശേഷം കുറേ എലിജിബിലിറ്റി എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു യോഗ ട്രെയിനർ ആകാമെന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെ ഫസ്റ്റ് നമ്മൾ കടന്നു പോകണം, എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അക്വയർ ചെയ്യണം, ഒരു നല്ലൊരു ബെസ്റ്റ് യോഗ ടീച്ചർ ട്രെയിനർ ആകുക എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലിങ്ക്ഡിൻ പോലുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ജോബ് വേക്കൻസീസ് ആണ്. യോഗയായിട്ട് ബന്ധപ്പെട്ട യോഗ ട്രെയിനർ അല്ലെങ്കിൽ യോഗ തെറാപ്പി ട്രെയിനർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കോഴ്സിലേക്ക്, ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും, നമ്മളിപ്പോൾ ഒരു ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു സെൽഫ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. യോഗ എന്താണ്, അതായത് എനിക്കത് ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ക്ലയൻസ് ഒരു പരിധിവരെ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് പ്രാക്ടീസ്, ഇതെന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ചെയ്യണം. നമ്മളിതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചേക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട്, അവരുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തിയറി, പ്രാക്ടിക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് ചുമ്മാ പഠിച്ച് മറ്റൊരിലേക്ക് പറയാതെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണെന്ന് നമ്മളിലൂടെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു കോഴ്സ് എടുക്കുക നോക്കിയപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്കൊരു ടീച്ചറാകാം. അതായത് TTC കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, PG ഡിപ്ലോമ, ഇതൊക്കെ ഉള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കോഴ്സസ് ഉണ്ട്.
BSc യോഗ തെറാപ്പി, BSc യോഗ സയൻസ്, അതേപോലെ മാസ്റ്റേഴ്സ്, PhD, ഇതിനും നെറ്റ്, JRF എന്നുള്ള കുറേ അങ്ങനത്തേക്കുള്ള കാര്യങ്ങളൊക്കെ യോഗയിൽ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 5-6 കൊല്ലം മുമ്പേ ഇതുണ്ട്. Where can we find these colleges? നമുക്ക് അവിടെ ഈ കോളേജസ് ഒക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്? കേരളത്തിൽ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിലും ഞാൻ എടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ സ്കോപ്പ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഇതിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസിലാണ്. നോർത്ത് ഇന്ത്യയിൽ ഇത് കുറേ അധികം കോളേജസ് നമുക്കുണ്ട്. കുറേ അധികം യോഗ ടീച്ചേഴ്സും ട്രെയിനേഴ്സൊക്കെ അവിടെ നിന്ന് തന്നെ വന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടായത് വളരെ നിസ്സാരം, വിരലിൽ പോലും എണ്ണാൻ പറ്റാത്ത അത്രയും കുറവ് ആൾക്കാരാണ് നമ്മുടെ സൗത്തിൽ നിന്ന് വരുന്നത്. പക്ഷേ നോർത്ത് നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പോൾ തന്നെ നമുക്ക് അത്രയും എക്സ്പോഷറാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. കാരണം ഇവരൊക്കെ ഓൾറെഡി അവരുടെ നാട്ടിൽ ഇതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, അവരുടെ റൂട്ടീൻ്റെ ഭാഗമാണ് യോഗ. പക്ഷേ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, നമ്മൾ സൗത്തിലേക്ക് വരുവാണെങ്കിൽ അതങ്ങനെയല്ല. കുറേ അധികം തെറ്റിദ്ധാരണകളാണ് പകരം യോഗയ്ക്ക് അവർ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ശവാസനാണ് യോഗ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു യോഗ ക്ലാസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ശവാസനല്ലേ, അല്ലെങ്കിൽ അവർ പറയും എനിക്ക് വഴക്കമേ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ എനിക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ മാറ്റ് വിരിച്ച് താഴെയല്ലേ ഇരുത്തുന്നത്, എനിക്ക് താഴെ പോലും ഇരിക്കാൻ പറ്റാത്ത, ഇങ്ങനെ വഴക്കമില്ലാത്ത ഞാൻ എങ്ങനെയാണ് യോഗ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവരുടെ ഒരു ഭാഗമാണ് യോഗ. ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറേ അധികം രീതികളുണ്ട് എങ്ങനെയാണ് നമ്മുടെ ബോഡി ഓപ്പൺ അപ്പ്. അപ്പോൾ അത് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു. ഒരു നിസ്സാര പെർസെൻറ്റേജ് മതി ഫ്ലെക്സിബിലിറ്റി. അല്ലാതെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ യോഗ ചെയ്യുക. അതിനെ നമ്മൾ അതിനെ ആ ഒരു പെർസ്പെക്റ്റീവിലല്ല എടുക്കുക. അപ്പോൾ നമുക്ക് കോളേജസിൻ്റെ കാര്യവും ഇതിൻ്റെ പ്രൊമോഷനും ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലും നോർത്തിലാണ്. പിന്നെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ പാൻഡമിക് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ധാരാളം റിസർച്ചസൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന അസുഖങ്ങൾ, അതായത് PCOD ആയിക്കോട്ടെ, ഒബേസിറ്റി, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബാക്ക് കണ്ടീഷൻസ്, അതായത് ഡിസ്ക് ഹെർണിയേഷൻ, ബൾജ്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് യോഗയ്ക്ക്, ഈവൻ സ്ട്രെസ് മാനേജ്മെൻറ്റ്, യോഗയുടെ വേറൊരു വിഭാഗമാണ് റെസ്റ്ററേറ്റീവ് പാർട്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് വരുമ്പോൾ കുറേ അധികം പോപ്പുലാരിറ്റി, പിന്നെ യോഗ ഡേ റെക്കഗ്നിഷൻ നമുക്ക് കിട്ടി 10 കൊല്ലത്തോളമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ അധികം പ്രൊപ്പഗാൻഡ വരികയും പിന്നെ യൂട്യൂബ് ചാനൽസിലൂടെയൊക്കെ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്ത് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെയെന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് എളുപ്പത്തിലേക്ക് അവർ കയ്യിലേക്ക് ഈ പറയുന്ന സർവീസ് കിട്ടിത്തുടങ്ങി. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവരത് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പല ടൈപ്പ് വീഡിയോസൊക്കെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നിന്ന് തന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ സൗത്തിലേക്ക് കുറച്ചും കൂടി യോഗ പോപ്പുലറൈസ് ആവുന്നത്. നേരത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന് തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കിപ്പോൾ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് കുറേ അധികം കോഴ്സസ് നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈനും ഉണ്ട്. നമുക്ക് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ ഡെയിലി ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് യോഗ എനിക്ക് ബെനിഫിറ്റ് ആകുന്നത്, അത് നമുക്ക് അറിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായിട്ടുള്ളത്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുത്തതിന് ശേഷം തന്നെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. കാരണം സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസൊക്കെ. അപ്പോൾ നമുക്ക് ആ കോഴ്സ് വഴി നമുക്ക് എല്ലാ ടെക്നീക്സും ടിപ്സും മെത്തഡോളജീസും എല്ലാം അവർ കവർ ചെയ്യും. പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കണം. ഞാൻ തുടങ്ങിയപ്പോഴും ഒട്ടും തന്നെ സ്കോപ്പില്ലാത്ത സമയത്താണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയത് എനിക്ക് എത്ര പേരെ പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ കുഞ്ഞു ആളുകൾ, ഒരു സ്മോൾ ഗ്രൂപ്പ് നിന്ന് പഠിപ്പിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ യു ക്യാൻ ഇൻക്രീസ്. കുറേ ആൾക്കാർ വരുമ്പോൾ അത്രയും ചലഞ്ചിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ കുറച്ച് ആൾ വെച്ച് പഠിപ്പിച്ച് തുടങ്ങുക, ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. അങ്ങനെ ഉടനെ തന്നെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നോക്കുക. അപ്പോൾ യു ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ യു മേക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ പല രീതിയിലും നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം ആളുകൾ ഫിറ്റ്നസ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. കുറേ ആളുകൾ ഈ ഫിറ്റ്നസ്സിലേക്ക് തിരിഞ്ഞു. അതിപ്പോൾ യൂത്ത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഞാൻ പറയാം ഒരു 50+ ആളുകൾ, അവർ വരെ, അപ്പോൾ ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ വരെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ നമുക്കതിന് അത് പഠിപ്പിക്കാനായിട്ടുള്ള, പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പോഷർ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഇതേപോലെ നോക്കുക. അപ്പോൾ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, വീണ്ടും കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡൻസ് തന്നെ നമുക്ക് പഠിപ്പിച്ച് തരും. ഓക്കെ, ഈ കോഴ്സിൽ നിന്നല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് വഴി കുറേ അധികം കാര്യങ്ങൾ പഠിക്കും. നമ്മൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ജേർണിയാണിത്. ഒരു ഫോർ എവർ ലേണർ ആയിരിക്കണം നമ്മളെപ്പോഴും.
അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അപ്ഡേറ്റ്സ് വേണ്ടി വരും, ലെവലപ്പ് ചെയ്യേണ്ടി വരും. കുറേ പുതിയ കാര്യങ്ങളും കുറേ സ്റ്റൈൽസ് ഓഫ് യോഗ ഒക്കെ ഓൾറെഡി നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറേ അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഏതാണോ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട്സ് വരും. ഓക്കെ ഓക്കെ, സോ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ നട്ഷലിൽ പറയുകയാണെങ്കിൽ യു ഷുഡ് ഹാവ് എ പാഷൻ ആൻഡ് യു ഷുഡ് ഹാവ് എ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പം സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും വെദർ ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ, ഏതാണെങ്കിലും ബെറ്റർ ആണ്. ഓക്കെ, നമുക്ക് പാഷൻ ഫസ്റ്റ് ഉണ്ടായിരിക്കണം, പിന്നെ പ്രൊഫഷണലോട്ട് നമുക്ക് പോയി തിരിയാനുള്ള സർട്ടിഫിക്കറ്റും കറക്റ്റ് ഉണ്ടായിരിക്കണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും, അതിനൊരു ടൈമും നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പാർട്ട് ടൈം ആയിട്ടും അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടും ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷൻ തന്നെയാണ്. അതെ, പാർട്ട് ടൈം ആയിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടല്ല ഞാൻ പോയിരുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ ഇതിനു വേണ്ടി. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷനിലാണ്, വേറൊരു പ്രൊഫഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനോടൊപ്പം നമുക്ക് ചെയ്തു പോകുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും സപ്പോസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും നിങ്ങളുടെ ഇൻട്രസ്റ്റും കൂടി നിങ്ങൾക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് കുറച്ചും കൂടി സ്കില്ല് ഡെവലപ്പ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനെ അപ്പോൾ അതെപ്പോഴും ഒരു പോസിറ്റീവ് സൈഡല്ലേ. നമുക്ക് 2 കാര്യങ്ങൾ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇതിലേക്കാണ് കൂടുതൽ ചായ്വ്, ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ലയൻസിനിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറാം. പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ഫ്യൂ. ഞാനും കുറച്ച് മണിക്കൂർ വെച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നീടാണ് നമുക്ക് ഇതിലേക്ക് കൂടുതലേക്കും അങ്ങോട്ടേക്ക് മാറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ മാറാനായിട്ടുള്ള സാഹചര്യവും ആ ഒരു കോൺഫിഡൻസും എല്ലാം വന്നത് കുറച്ച് സമയം. അപ്പോൾ പ്രോസസ്സ് വാസ് ഓൾവേസ് സ്ലോ. എൻ്റെ കേസിലും എൻ്റെ പ്രോസസ്സ് സ്ലോ ആയിരുന്നു. ചെറുതിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്.